ഹലോ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഒരുപാട് പേര് നമ്മുടെ ഹെർബൽ ബാത്ത് പൗഡർ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ചേച്ചി തലമുടിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി നമ്മുടെ ഹെന്ന ഇൻഡിഗോ ഉണ്ടല്ലോ അതിൻ്റെ ഒരു റിസർച്ചിലായിരുന്നു. അതെങ്ങനെ പ്യുവറായിട്ട് നല്ല കളർ കിട്ടുന്ന രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള റിസർച്ചിലാണ്. അതിൻ്റെ ആ ഒരു റിസർച്ച് ഇതുവരെ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ഒരു വഴിക്ക് ആ ഒരു റിസർച്ച് പോകുന്നു. ഉടനെ തന്നെ ഈ നല്ല പ്രോഡക്ട്സ് കിട്ടുമ്പോൾ നല്ല മിക്സ്ചറൊക്കെ ആക്കിയിട്ട് തീർച്ചയായിട്ടും ഞാൻ ആ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. ഒരുപാട് പേർക്കുള്ള പ്രോബ്ലമാണ് അല്ലെ, മുടി നരച്ചതിനെ എങ്ങനെ, അതായത് ഓൾറെഡി നരച്ച മുടി നമുക്ക് എങ്ങനെ ബ്ലാക്ക് ആക്കാം എന്നുള്ളത്. ആ ഒരു പ്രോഡക്റ്റ് ഞാൻ ഉടനെ തന്നെ പറഞ്ഞുതരാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെർബൽ ഹെയർ വാഷ് പൗഡറാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ മുടിയുടെ ആരോഗ്യം ഒക്കെ നശിച്ചു പോകുന്നത് നമ്മൾ ഒരുപാട് ഷാംപൂസ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അതും കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഷാംപൂസ് അധികമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ മുടിയുടെ സ്ട്രെങ്തും ഒക്കെ പോയി മുടിയൊക്കെ വരണ്ട് ഒരുമാതിരി അറ്റമൊക്കെ പിളർന്ന് ഒരുമാതിരി ഇരിക്കുന്നത്. അതിന് നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും നല്ല മാർഗമാണ് ശീകക്കായ് എന്ന് പറയുന്നത്, ശീവക്ക പൊടി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുപയോഗിച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ, ഇത് എൻ്റെ ഒരു പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല എങ്കിലും ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ഹെർബൽ വാഷ് പൗഡർ ഉണ്ടാക്കി നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാം എന്നുള്ളതാണ് എൻ്റെ അടുത്ത ഒരു സംരംഭം. ഇത് നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അതിനും സഹായകമാകണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇതിന്റെ ക്വാണ്ടിറ്റി ഒക്കെ പറഞ്ഞിട്ട് ഞാനൊരു കറക്റ്റായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് നിങ്ങൾക്ക് അങ്ങാടിക്കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനങ്ങളാണ്. വാങ്ങിക്കാൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഒരളവിൽ വാങ്ങിച്ച് നിങ്ങൾക്ക് വീട്ടിൽ പൊടിച്ചു വെക്കാം. അല്ലാത്തവർക്ക് എന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനത് നിങ്ങൾക്ക് ചെയ്തു തരാം. അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ചിലവർക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഒന്നും ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാലും മതി, ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഈ ഒരു ഹെയർ വാഷ് എന്ന് പറയുന്നത് ഇത് തീർത്തും നാച്ചുറലാണ്. അത് നിങ്ങൾ എൻ്റെ അടുത്ത് നിന്നാകുമ്പോൾ നിങ്ങൾ ഒരു രീതിയിലുള്ള ഒരു തരി പോലും കെമിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മായമോ ഒട്ടും നിങ്ങൾക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്കും പ്യുവർ ആയിട്ടുള്ള പ്രോഡക്റ്റ് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മേ ബി നമ്മൾ ആ പ്യുവർ ആയിട്ടുള്ളത് തേടി പോകുമ്പോൾ നമുക്ക് മേ ബി ഇച്ചിരി വില കൂടുതലായിരിക്കും. മറ്റുള്ള മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിയും ഒരു 10-20 രൂപ കൂടുതലായിരിക്കും. പക്ഷെ നമുക്ക് കിട്ടുന്നത് പ്യുവർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ചെമ്പരത്തി പൂവിൻ്റെ പൊടി വാങ്ങുകയാണ്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ പൊടിയായിട്ട് വാങ്ങും. അത് നിങ്ങൾക്ക് എത്രത്തോളം ഉറപ്പുണ്ടാവും അത് പ്യുവർ ആയിട്ടുള്ള പൊടിയാണെന്ന് അല്ലേ? ഞാൻ പൂ ഉണങ്ങിയത് വാങ്ങി പൊടിച്ച് ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടും അറിയാം ഇത് ചെമ്പരത്തി പൂ ഉണക്കി പൊടിച്ചത് തന്നെയാണ് എന്നുള്ളത് അല്ലേ? അപ്പോൾ നിങ്ങൾ തീർത്തും നാച്ചുറലായിട്ട്, നിങ്ങൾ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ ചെമ്പരത്തിയും റോസും ഒക്കെ നമ്മൾ വെറുതെ കളയുന്നതുകൊണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് വെച്ച് നല്ലപോലെ പൊടികളൊക്കെ ഉണ്ടാക്കി വെക്കുക. തീർത്തും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലോകത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ട, അതായത് മടങ്ങി നമ്മുടെ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകേണ്ട സമയമായി കഴിഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങൾ അതിനുള്ള സ്റ്റെപ്പ് നിങ്ങൾ എല്ലാവരും ചേർന്ന് എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെയാണ് ഈ ഒരു ഹെർബൽ ഹെയർ വാഷ് പൗഡർ ഉണ്ടാക്കുന്നത്, ഇതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്ന് നിങ്ങൾ കണ്ടിട്ട് വരൂ. അതിനുശേഷം ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ശീവക്കായ് അല്ലെങ്കിൽ ശീക്കക്കായ് പൊടി എന്ന് പറയും. അത് ഒരു 250 ഗ്രാം വേണം. എല്ലാവർക്കും അറിയാവുന്ന സാധനം തന്നെയാണ് ചീവക്ക എന്ന് പറയുന്നത്. ശീക്കക്കായ് എന്ന് പറയും, 250 ഗ്രാം. അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സോപ്പ് നെട്ട് അല്ലെങ്കിൽ റീത്തക്ക എന്നൊക്കെ പറയും. സോപ്പ് നെട്ട് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, നമ്മുടെ മുടിക്ക് ഷാമ്പു ഉണ്ടാക്കുമ്പോൾ നല്ല നൊര കൊടുക്കാൻ വേണ്ടിയിട്ടും തലമുടിയിൽ അഴുക്ക് കളയാൻ വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഈ റീത്തക്ക എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോപ്പ് നെട്ട് എന്ന് പറയുന്നത്. അതും നമുക്ക് ഒരു 50 ഗ്രാം വേണം. അതിൻ്റെ ഉള്ളിലെ കുരു കളഞ്ഞിട്ട് തോട് മാത്രമായിട്ട് വേണം എടുക്കാനായിട്ട് സോപ്പ് നെട്ട്. ഓക്കെ, 50 ഗ്രാം സോപ്പ് നെട്ട്. അടുത്തത് നമുക്ക് വേണ്ടത് വെച്ചാൽ ഡ്രൈ ആംല, നല്ല ഉണങ്ങിയ നെല്ലിക്ക, അതും ഒരു 50 ഗ്രാം. ഇതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കി വെച്ചേക്കുന്നതാണ്, ആവശ്യക്കാർക്ക് നമ്മൾ കൊടുക്കുന്നതുമാണ്. ഇതുപോലെ ഡ്രൈ ആംല എടുക്കുക. മുടി നരയ്ക്കാതിരിക്കാനും പെട്ടെന്ന് നരയ്ക്കാതിരിക്കാനും മുടിക്ക് നല്ലൊരു ഷൈനിങ് കൊടുക്കാനും മുടിക്ക് നല്ല ഒരു ഹെൽത്തി ആയിട്ട് സ്ട്രോങ് ആയിട്ട് മുടി വളരാനും ഒക്കെ സഹായിക്കുന്നതാണ് ഡ്രൈ ആംല എന്ന് പറയുന്നത്. ഡ്രൈ ആംലയും അതേ അളവിൽ 50 ഗ്രാം വേണം നമ്മൾ എടുക്കാനായിട്ട്. അടുത്തത് നമുക്ക് വേണ്ടത് ഉലുവ നമുക്കെല്ലാവർക്കും അറിയാം, തലയിൽ ഡാൻഡ്രഫ് പോലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഉലുവയ്ക്ക് കഴിയും. ഉലുവ എന്ന് പറയുന്നത് അത്ഭുത ഗുണമുള്ളതാണ്. നമ്മുടെ ഫേസിനായിരുന്നാലും നമ്മുടെ മുടിക്കൊക്കെ ആയിരുന്നാലും വളരെ നല്ല രീതിയിൽ സഹായിക്കും ഉലുവ. തലയ്ക്ക് നല്ലൊരു തണുപ്പ് കൊടുക്കാനും ഒക്കെ സഹായിക്കും ചൂട് സമയത്ത് നമ്മൾ ഉലുവയൊക്കെ ഇട്ട് വാഷ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഉലുവയും നമ്മൾ 50 ഗ്രാം ഉലുവയും എടുക്കുക. 100 ഗ്രാം ഉലുവ എടുക്കുക കേട്ടോ. അടുത്തത് വന്ന് ചെമ്പരത്തിപ്പൂ, ഉണങ്ങിയ ചെമ്പരത്തിപ്പൂ വാങ്ങിച്ച് നമ്മൾ ഉണക്കി എടുക്കുന്നതാണ്. ഇതാണ് നമ്മൾ പൊടിച്ചു കൊടുക്കുന്നത്. 25 ഗ്രാം ചെമ്പരത്തിപ്പൂ എടുക്കാം. ചെമ്പരത്തിപ്പൂ എടുത്ത് ഇത് നമ്മൾ പൊടിച്ചിട്ടാണ് ഓരോരുത്തർക്ക് ആവശ്യമുള്ളവർക്കൊക്കെ ഒരുപാട് പേർക്ക് നമ്മൾ ഈ പൊടി അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചെമ്പരത്തിപ്പൂവാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. നല്ലപോലെ ചെമ്പരത്തിപ്പൂ മുടിക്ക് നല്ല ഷൈനിങ് കൊടുക്കാനും മുടി നല്ല കറുപ്പായിട്ട് വളരാൻ വേണ്ടിയിട്ടും സഹായിക്കും.
അടുത്തത് നമുക്ക് വേണ്ടത് 15 ഗ്രാം രാമച്ചം, വെട്ടിവേര് അല്ലെങ്കിൽ രാമച്ചം എന്നൊക്കെ പറയും. എല്ലാ അങ്ങാടിക്കടകളിലും ഈ സാധനങ്ങളൊക്കെ നമുക്ക് ലഭ്യമാണ്. മുടിക്ക് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ തലയോട്ടിയിൽ നല്ല സ്കാൽപ്പൊക്കെ നല്ല ക്ലിയർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും രാമച്ചം എന്ന് പറയുന്നത്. 15 ഗ്രാം രാമച്ചം എടുക്കാം. അടുത്തത് നമ്മുടെ ആവാരംപൂവിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഉള്ളിൽ കഴിക്കാനായിരുന്നാലും ഒക്കെ ഇതുപോലെ ഉണങ്ങി കഴിയുമ്പോൾ ഇതുപോലെ കമ്പൊക്കെ ഉണ്ടാവും. ആ കമ്പൊന്നും നിങ്ങൾ കളയേണ്ട, അതോടെ ചേർത്ത് വേണം നമ്മൾ പൊടിക്കാനായിട്ട്. ഒരു 25 ഗ്രാം, ഇത് കാറ്റായതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് കേട്ടോ, അളവിൽ 25 ഗ്രാം ആവാരംപൂ. അടുത്തത് റോസ് ഫ്ലവർ, ഉണങ്ങിയ റോസ് ഫ്ലവറും അതേപോലെ 25 ഗ്രാം എടുക്കുക. നല്ല പോലെ എന്താ പറയുന്നത്, റോസ് ഉണങ്ങി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് റോസ് ബൾക്കായിട്ട് കിട്ടുന്ന സമയത്ത് വാങ്ങിച്ച് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഉപയോഗിക്കാം. മുടിക്ക് നല്ല ഷൈനിങ് കൊടുക്കാനും മുടി നല്ല പോലെ വളർന്ന് നല്ല തിക്കായിട്ട് നല്ല വളരാനും ഒക്കെ സഹായിക്കും റോസ് പൂ. അടുത്തത് ഈ ഒരു കാര്യത്തിന് മലയാളത്തിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. ഇവിടെ സമ്പങ്കി വെതൈ എന്ന് പറയും, അല്ലെങ്കിൽ കാർബോഗ അരസി എന്നൊക്കെ പറയും. ആ ഒരു സംഭവമാണിത്. ഇതിൻ്റെ എക്സാക്ട് മലയാളം വേർഡ് എനിക്ക് അറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ സമ്പങ്കി വെതയും നമുക്ക് ഒരു 25 ഗ്രാം വേണം. ഇത് ഇവിടെയൊക്കെ ആണെങ്കിൽ എല്ലാ അങ്ങാടി കടകളിലും ഒക്കെ കിട്ടും. മുടി നരയ്ക്കുന്നതിന് ബെസ്റ്റ് സാധനമാണിത്. ഇത് വെച്ചിട്ട് നമ്മൾ ഡെയിലി ഷാമ്പൂ ഒക്കെ ഉണ്ടാക്കി നമ്മൾ കുളിക്കാനും നമ്മുടെ ബാത്ത് പൗഡറിലും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല കളർ കിട്ടാൻ സഹായിക്കും കാർബോഗ അരസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മുടിക്കും നല്ലതാണ് ഈ ഒരു സമ്പങ്കി വെതൈ. അടുത്ത നമുക്ക് പൊടിയായിട്ടുള്ളതാണ് ഇത് എന്ന് പറയുന്നത് കറിവേപ്പില പൊടിച്ചതാണ്. ഞാനിത് ഓൾറെഡി വാങ്ങിച്ച് പൊടിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. അടുത്തത് നമുക്ക് തുളസി ഇല പൊടിച്ചതാണ്. ഇതെല്ലാം നമ്മൾ പൊടിച്ച് ഓൾറെഡി 50 ഗ്രാം പാക്കറ്റുകളായിട്ട് സൂക്ഷിച്ചേക്കുന്നതാണ്. ഞാനീ പറഞ്ഞ അളവിനാണെങ്കിൽ 25 ഗ്രാം പൊടി മതി. കറിവേപ്പില പൊടി, ഇത് തുളസിയുടെ പൊടിയാണ്. അടുത്തത് നമ്മുടെ നീം ലീവ്സ്, നമ്മുടെ കഴിക്കുന്ന വേപ്പിലയുടെ പൊടിയാണ്. ഇതെല്ലാം 25 ഗ്രാം. നിങ്ങളുടെ കയ്യിൽ ഇലയായിട്ടാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ നല്ലപോലെ പൊടിച്ചതിന് ശേഷം എടുത്താൽ മതി. ഈ ഓരോ പൊടികളായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കയ്യോന്നി അല്ലെങ്കിൽ ഭൃംഗരാജ് എന്ന് പറയുന്നത് ഉണക്കി പൊടിച്ച പൊടിയാണിത്. ഇത് ഞാൻ 50 ഗ്രാം പാക്കറ്റായിട്ട് വെച്ചേക്കാം. 25 ഗ്രാം വെച്ച് എല്ലാ പൊടികളായിട്ടും എടുക്കാം, അല്ലെങ്കിൽ ഇലകളായിട്ട് എടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ ഉണക്കേണ്ടതല്ല. ഒരു 2 ദിവസമെങ്കിലും നിങ്ങൾ നല്ല വെയിലിൽ ഉണക്കിയതിന് ശേഷം വേണം പൊടിക്കാനായിട്ട്. മിക്സിയിൽ പൊടിയാനായിട്ട് കുറച്ച് പാടായിരിക്കും. മില്ലിൽ എന്തെങ്കിലും കൊടുത്തിട്ട് വേണം പൊടിക്കാനായിട്ട്. നല്ല ഫൈൻ പേസ്റ്റായിട്ട് പൊടിച്ചെടുക്കണം. നമ്മൾ ബൾക്കായിട്ട് പൊടിക്കുന്നതുകൊണ്ട് നല്ല ഫൈനായിട്ട് മില്ലിൽ പൊടിച്ച് തരും. കണ്ടോ, നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് ഇത് പൊടിച്ച് കിട്ടും. ഇത് നല്ല ഒരു ടൈറ്റ് കണ്ടെയ്നറിൽ എന്തെങ്കിലും നല്ല പോലെ അടച്ച് സൂക്ഷിക്കണം. ആവശ്യത്തിന് എടുത്തിട്ട് വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട്. ഉപയോഗിക്കുന്ന രീതി ഞാൻ പറഞ്ഞു തരാമേ. കണ്ടല്ലോ. അപ്പോൾ ഇത് എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും എളുപ്പത്തിൽ കിട്ടാൻ പറ്റുന്ന സംഭവമാണോ വെച്ചാൽ തീർച്ചയായിട്ടും അല്ല. എങ്കിലും നമ്മളൊന്ന് തേടി പിടിച്ചൊക്കെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടുന്ന സാധനം തന്നെയാണ് ഇത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പൊടി എന്ന് പറഞ്ഞാൽ ഫൈൻ പേസ്റ്റ് ആയിട്ട് വെച്ചേക്കണം. പിന്നെ ചിക്കക്കായ എന്ന് പറയുന്നത് നിങ്ങളുടെ കണ്ണിനുള്ളിൽ പെടാതെ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ഇത് കണ്ണിനുള്ളിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര അലർജി ഉണ്ടാകും, നമുക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാകും. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതുകൊണ്ട് വലിയ പ്രോബ്ലംസ് ഇല്ല, എങ്കിലും കണ്ണിൽ പോകാതിരിക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇത് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുഴയ്ക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് തൈര് അല്ലെങ്കിൽ ചോറ് കഴുകിയ വെള്ളം, അരി കഴുകിയ വെള്ളം. ഫസ്റ്റ് അരി ഒന്ന് കഴുകുക, അതിനുശേഷം അരി വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം ആ വെള്ളം ഒന്ന് വടിച്ചെടുത്തിട്ട് അതിൽ ഈ താളി നല്ല പോലെ, ഈ ഷാമ്പൂ പൗഡർ നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചേക്കുക. അപ്പൊ ഇതിനകത്ത് നല്ലപോലെ പിടിക്കും. ഇപ്പൊ നമ്മൾ റീത്തൊക്കെ സോപ്നെട്ടൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു പതപതപ്പ് ഉണ്ടാവും. അത് ആവശ്യത്തിന് മാത്രം എടുക്കുക, ഒരുപാടൊന്നും എടുക്കണ്ട. നമ്മുടെ സ്കാൽപ്പിലൊക്കെ നല്ല പോലെ തേച്ച് പിടിപ്പിക്കുക. നല്ല പോലെ സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിച്ച് മുടിയുടെ തുമ്പ് വരെയും തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നല്ല നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. ഇന്നത്തെ ആക്ച്വലി നമ്മൾ കണ്ടീഷണർ പോലും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. റോസാപ്പൂവും ചെമ്പരത്തിപ്പൂവും ഒക്കെ നമ്മുടെ ഹെയറിന് നല്ലപോലെ കണ്ടീഷൻ ചെയ്യാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു രീതിയിലുള്ള കെമിക്കലും ഇല്ലാതെ ധൈര്യമായിട്ട് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ചെറിയ കുട്ടികൾക്ക് വരെ നിങ്ങൾ ചെറുപ്പത്തിലേ തൊട്ട് തന്നെ ഇതുപോലുള്ള ഷാംപൂസ്, ഇത് മേ ബി നമുക്ക് യൂസ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. കാരണം നമുക്ക് ഷാംപൂ ബോട്ടിലൊക്കെ പറയുമ്പോൾ പതയോടെ വരും, നമ്മൾ കയ്യിലെടുത്ത് പതയ്ക്കുക, തലയിൽ അപ്ലൈ ചെയ്യുക, പാടില്ല. പക്ഷെ നമുക്കത് നമ്മുടെ മുടിയെ ഒരുപാട് രീതിയിൽ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഹെർബൽ ആയിട്ടുള്ള പ്രോഡക്ട്സിൽ ഒരുപാട് പ്രോഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒരുപാട് ഓർഗാനിക് പ്രോഡക്ട്സുകളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നിങ്ങൾ നോക്കി കറക്റ്റായിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങണം ഞാൻ ഒരു നിർബന്ധവും പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു നല്ല ഹെർബൽ ബ്രാൻഡ് നോക്കി വാങ്ങി, വിശ്വാസമുള്ളത് നോക്കി വാങ്ങി തലയിലൊക്കെ അപ്ലൈ ചെയ്യണം. മുഖത്തായിരുന്നാലും തലയിലായിരുന്നാലും ഒക്കെ ഇത് അപ്ലൈ ചെയ്യുക. നല്ലപോലെ അപ്ലൈ ചെയ്തൊരു 5 മിനിറ്റ് കഴിഞ്ഞ് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം.
ഈ ഒരു പൊടി നിങ്ങൾ ഡെയിലി തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഒരു പ്രശ്നമല്ല. ബിക്കോസ് ഈ സമ്മർ സമയത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് തല വിയർക്കും, നമുക്ക് തലയിൽ ഒരുപാട് അഴുക്കൊക്കെ വരും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഡെയിലി തല കുളിക്കുമ്പോൾ ജസ്റ്റ് കുറച്ച് പൊടിയെടുത്ത് തലയിൽ തേച്ചിട്ട് നല്ല കഴുകി കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റാണ്. ഇപ്പോൾ ഡെയിലി കുളിക്കാത്തവരാണെങ്കിൽ ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ ആണെങ്കിലും തലയിൽ നല്ലപോലെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മുടിയും നല്ല ഷൈനിങ് ആയിട്ടിരിക്കും, മുടിക്ക് നല്ലൊരു തിക്നെസ് കിട്ടും, പെട്ടെന്ന് മുടി നരക്കില്ല. മുടി നമ്മൾ കെമിക്കൽ ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മുടി പെട്ടെന്ന് നരച്ചു പോകാതിരിക്കാനും മുടിക്ക് നല്ല തിക്ക് ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കും ഇതുപോലുള്ള പൊടികൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഹെർബൽ ഹെയർ വാഷ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. അടുത്ത നമ്മുടെ ഹെർബൽ ഫേസ് വാഷ് ഉണ്ട്. അത് നമ്മുടെ ബാത്ത് പൗഡർ ഓൾറെഡി ഉണ്ട്, ഫേസ് വാഷ് ഉണ്ട്. അതിൻ്റെ വീഡിയോ നാളെ ഞാൻ കാണിച്ചു തരാമേ എങ്ങനെയാണ് ഫേസ് വാഷ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. നാളെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.